നമസ്കാരം. ഇന്ത്യൻ തൊഴിലാളികൾക്കായുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ് സൗദി അറേബ്യ. എല്ലാ തരത്തിലുള്ള തൊഴിൽ വിസ അപേക്ഷകൾക്കും പ്രൊഫഷണൽ അക്കാദമിക് യോഗ്യതകൾ മുൻകൂട്ടി പരിശോധിക്കണം എന്നതടക്കമുള്ള പരിഷ്കരണങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. 6 മാസത്തിനു മുമ്പ് നിർദ്ദേശിച്ച നിയമം ജനുവരി 14 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത്. ഇതോടെ സൗദി അറേബ്യയിലേക്ക് തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്ന മലയാളികൾ അടക്കമുള്ള പ്രൊഫഷണൽ അക്കാദമിക് യോഗ്യതകൾ തെളിയിക്കേണ്ടി വരും. ഇന്ത്യൻ തൊഴിലാളികളുടെ ഗുണനിലവാര നിയന്ത്രണം ഉറപ്പാക്കുന്നതിനായി പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെങ്കിലും ഇവയുടെ എണ്ണം വളരെയധികം കുറവാണ്. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ വരവിൽ തുടക്കത്തിലെങ്കിലും വലിയ തോതിൽ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. രാജ്യത്തെ പ്രൊഫഷണലുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അറേബ്യ പുതിയ നിയമം നടപ്പിലാക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലായി ഓരോ രാജ്യങ്ങൾക്കായിട്ടായിരിക്കും പുതിയ നിയന്ത്രണം പ്രാബല്യത്തിൽ കൊണ്ടുവരിക. സൗദി അറേബ്യയിലെ രണ്ടാമത്തെ വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ. 2024 കണക്കനുസരിച്ച് 2.4 ദശലക്ഷത്തിലധികം ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ട്. ഇതിൽ 1.64 ദശലക്ഷം സ്വകാര്യ മേഖലയിലും 78,500 ആളുകൾ ഗാർഹിക മേഖലയിലും ജോലി ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2.69 ദശലക്ഷം പ്രവാസി തൊഴിലാളികളുമായി ബംഗ്ലാദേശാണ് മുന്നിൽ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയുടെ നിർണായക ഭാഗമായി തുടരുകയും ഇന്ത്യയുടെ വിദേശ നാണ്യ വരുമാനത്തിൽ വലിയ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ സൗദി എംബസി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം തൊഴിൽ വിസകൾ നൽകുന്നതിനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നടപടികൾ ജനുവരി 14 മുതൽ നടപ്പിലാക്കും. ഈ സാഹചര്യത്തിൽ തൊഴിൽ വിസകൾ നൽകുന്നതിനുള്ള നിർബന്ധിത ആവശ്യകതകളിൽ ഒന്നായി പ്രൊഫഷണൽ ടെസ്റ്റ് മാറുമെന്നാണ് വിവരം. വിഷൻ 2030 ഭാഗമായി കൂടുതലും സ്വന്തം പൗരന്മാരെ തൊഴിൽ രംഗത്ത് നിയമിക്കാൻ സൗദി അറേബ്യ ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ സാഹചര്യത്തിലാണ് വിദേശ തൊഴിലാളികൾക്ക് കർശനമായ വ്യവസ്ഥകളോടൊപ്പം തന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള തീരുമാനവും സൗദി സ്വീകരിച്ചിരിക്കുന്നത്. മതിയായ യോഗ്യതകളില്ലാതെ രാജ്യത്തേക്ക് വിദേശത്തു നിന്നും ആളുകൾ എത്തുന്നതായി നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രവാസി ജീവനക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളും വിവരങ്ങളും പരിശോധിക്കാൻ വിസ അനുവദിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമകളെയും HR വകുപ്പുകളെയും ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ റിക്രൂട്ട്മെന്റ് കാര്യക്ഷമമാക്കുകയും രാജ്യത്തെ തൊഴിലാളികളുടെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗ്യതാ ടെസ്റ്റ് കർശനമാക്കുമ്പോഴും അപേക്ഷകർക്ക് പരിശോധന നടത്താൻ മതിയായ ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഇല്ല എന്ന പരാതി വ്യാപകമായി തന്നെയുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ 2023 സൗദിയിൽ നിന്ന് പ്രവാസികൾ ഏറ്റവും അധികം പണമയച്ചത് ഇന്ത്യയിലേക്കാണ്. അറബ് ലോകത്ത് പ്രവാസികൾ ഏറ്റവും അധികം പണം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. 1-ാം സ്ഥാനത്ത് UAE ആണുള്ളത്. നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സൗദി അറേബ്യ കാണിക്കാറില്ല. സൗദിയിലെ പുതിയ മാറ്റം പ്രവാസികളെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.